കോഴികളെ കാണിച്ചിട്ട് കുറച്ച് നാളായില്ലേ. നമ്മൾ വീടിൻ്റെ അകത്തെ പണികളുടെ ഇടയിൽ കോഴികളെ ഇടയ്ക്ക് കാണിക്കാൻ വിട്ടുപോയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വലിയ കൂട് പണിയാനൊരു പ്ലാൻ നടക്കുന്നേ ഉള്ളൂ. അത് ഇപ്പോൾ സമ്മറൊക്കെ എത്രയോടെ ആയിട്ട് വേണം പണി തുടങ്ങാനായിട്ട്. പുറത്തൊന്ന് പണിയുമ്പോൾ നമുക്ക് തണുപ്പത്തൊന്നും പണിയാൻ പറ്റില്ലല്ലോ. പിന്നെ എല്ലാവരും ന്യൂ ഇയർ ആഘോഷമൊക്കെ കഴിഞ്ഞില്ല, ഞങ്ങളുടെ കഴിഞ്ഞു. വലിയതായിട്ട് ആഘോഷിച്ചില്ല കേട്ടോ. ക്രിസ്മസ് ഗംഭീരമായിട്ട് ആഘോഷിച്ചിട്ട് ക്ഷീണത്തിൽ ന്യൂ ഇയർ ചെറുതായിട്ടൊക്കെ ആഘോഷിച്ചുള്ളൂ. ഇപ്പോൾ നമുക്ക് കോഴിക്ക് കൊടുക്കാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കോഴിയുടെ അടുത്തേക്ക് പോകാം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് ഭയങ്കര തണുപ്പുണ്ടാവേണ്ടതാണ്. പക്ഷേ ഈ വർഷം ഇതുവരെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കണം. മഴയും വലിയ ശല്യമില്ല കേട്ടോ. എല്ലാം അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ട് ക്രിസ്പായിട്ടുള്ള വെതറായിട്ടാണ് പോണേ. എന്നിട്ട് നമുക്ക് ഇവിടെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. നമ്മുടെ അന്നത്തെ ഗ്ലാസ് ഹൗസൊക്കെ ഉണ്ടല്ലോ പഴയ വീട്ടിലെ, അതൊക്കെ സെറ്റാക്കണം. വേറെ ചെറിയൊരു പോളിട്ടണൽ വെക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കോഴിക്കൂട് വലുത് ശരിയാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ കോഴികൾ തണുപ്പായതുകൊണ്ട് തന്നെ മുട്ടയിടലൊക്കെ കുറച്ച് കുറവാണ് കേട്ടോ. അത് ആ സമയത്ത് കുറയും. അങ്ങനെ കുറച്ച് നാൾ അവർക്കൊരു ബ്രേക്ക് എടുക്കലുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ ആക്റ്റീവായിട്ട് വരുന്നത്. ഇവിടെ ആട്ടോ നമ്മൾ അന്ന് മരങ്ങളൊക്കെ നട്ടേക്കുന്നത് ഇവിടെ ആട്ടോ. ഇപ്പം അധികം കാണാറൊന്നും ആയിട്ടില്ലല്ലോ. നമ്മൾ ബെയർ റൂട്ടായിട്ട് കൊണ്ടുവന്നല്ലോ നട്ട. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ കുറേ മരങ്ങൾ, ചെടിമരങ്ങൾ പോലത്തെ മരങ്ങളായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇനി വലുതായിട്ട് സമ്മറാകുമ്പോൾ കുറേയൊക്കെ പുഷ്ടി പിടിക്കുന്ന വിചാരിക്കാം. ഇവർക്ക് ഇങ്ങനെ പുല്ലൊക്കെ തിന്നാൻ ഇഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറേ ഒച്ചുണ്ടാവുമല്ലോ, ആയിട്ട് ഇങ്ങനെ പറക്കി തിന്നാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ വിട്ട് കഴിയുമ്പോൾ അവരിങ്ങനെ നടന്നോളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് നമ്മുടെ കാട്ടിൽ നിന്ന് ഇങ്ങനെ കുറുക്കൻ വരാതിരിക്കാണ്ട് നമുക്കൊരു ചുറ്റും വേലിയുണ്ട്. അപ്പോൾ കുറുക്കിന് ചാടാൻ പറ്റില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് നമ്മുടെ അയൽവക്കക്കാർ പറഞ്ഞത്. വേലി ഉള്ളതുകൊണ്ട് കമ്പി വേലി ഉണ്ട് നമ്മുടെ ഒരാളുടെ പൊക്കത്തിൽ. അപ്പോൾ അതുകൊണ്ട് അധികം ചാടി വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് സേഫാണ്. എപ്പോഴും അവിടെ ഒരു ഗേറ്റ് ഉണ്ട് നമുക്ക്. ഇവിടെ നമ്മുടെ വീടിലേക്ക് കയറുന്നിടത്തൊരു ഗേറ്റ് ഉണ്ട്. ആ 2 ഗേറ്റ് അടച്ചിട്ടാൽ മതി എന്നാട്ടോ. അപ്പോൾ ഇതുവരെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പണ്ട് നമ്മൾ ഓർക്കല്ലേ, മറ്റടുത്ത് വെച്ചിട്ട് ഒരു കോഴീനെ ഒരു കുറുക്കാൻ വന്ന് കൊണ്ടുപോയായിരുന്നു. നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നില്ല ഹോളിഡേയ്സിന് പോയ സമയത്ത്. ഇത് വേണോ ക്യാരറ്റ്? ബബ്ബ വേണോ? ക്യാരറ്റും റാഡിഷൊക്കെ കൂടി ബോയിൽ സ്റ്റീം ചെയ്തായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഇതിന് വേണ്ടിയിട്ട് ഡിന്നറിന്. അപ്പോൾ അതൊക്കെയാണ് ഇവർ കഴിക്കുന്നത്.